ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ നാം ശ്രവിക്കുന്നു. വരൂ, ദൈവത്തെ കൂടുതലായി അറിയുവാനും അവിടുന്നുമായി ഗാഠമായ ഒരു വ്യക്തിബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ഇതാ നിങ്ങളെ ക്ഷണിക്കുന്നു. എപ്പിസോഡ് 21 14/2/1987. വിശുദ്ധ ബെർണാഡിന്റെ പരിശുദ്ധ മാതാവിനോടുള്ള എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം, ഈ മാർഗനിർദ്ദേശങ്ങളെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ്. വസൂല, നിനക്കെന്നെ കേൾക്കാമോ? വസൂല, വീണ്ടും ശ്രദ്ധിക്കുക. ഞാൻ പരിശുദ്ധ മറിയമാണ്. എന്നെ ഭയപ്പെടേണ്ട. വസൂല, ഇതെല്ലാം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നു എന്നത് മനസ്സിലാക്കാനുള്ള നിന്റെ ബുദ്ധിമുട്ട് ഞാൻ അറിയുന്നു. എന്നാൽ നീ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തിൽ വളരുവാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു. കുഞ്ഞെ, ദൈവം നിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവിടത്തേക്ക് നിന്നെ തന്നെ വിധേയപ്പെടുത്തുക. അവിടുത്തെ കരങ്ങളിൽ നിന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് അവിടുന്ന് ആവശ്യപ്പെടുന്നത് നീ നിറവേറ്റുക. നിന്നെ സഹായിച്ചുകൊണ്ട് ഞാൻ നിന്റെ അരികെയുണ്ട്. സമാധാനമായിരിക്കുക, എന്തെന്നാൽ അവിടുന്ന് നിന്നെ നയിക്കുന്നു. വസൂല, പ്രലോഭനങ്ങളെ ചെറുത്തു നിൽക്കുവാൻ പ്രാപ്തിയാകുന്നതിനു വേണ്ടി യേശു നിന്നെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിനക്ക് ആവശ്യമുള്ളതെല്ലാം നൽകിക്കൊണ്ട് അവിടുന്ന് നിന്നെ പരിപോഷിപ്പിക്കുന്നു. മകളെ, ഞാനും നിന്നെ വളർത്തിയെടുത്തു എന്ന് ഓർമ്മിക്കുക. അതെന്തിനാണെന്ന് ഗ്രഹിക്കുക. ഇത് എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറ്റുള്ളവർക്കും കൂടി വേണ്ടിയുള്ളതാണല്ലോ. അതെ, നീ ദൈവത്തിന്റെ സന്ദേശവാഹകയാകുവാനുള്ള പരിശീലനമാണ് നിനക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ദൈവത്തിന്റെ സന്ദേശവാഹകയായി തീരുന്നതെന്ന് എനിക്കറിയില്ല. ദൈവം നിന്നോട് സംസാരിക്കുകയും അവിടുത്തെ സ്നേഹിക്കുവാൻ നിന്നെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ സമ്പത്ത് അനന്തവും അവിടുത്തെ കരുണ അളവില്ലാത്തതുമാകിയാൽ നീ അവിടുത്തെ ആശ്രയിക്കുക. അവിടുന്ന് അവാച്യമായ ആർദ്രതയോടെ നിന്നെ സ്നേഹിക്കുകയും സ്നേഹം നിറഞ്ഞ കണ്ണുകളാൽ നിന്നെ കാത്തു സംരക്ഷിക്കുകയും ചെയ്യുന്നു. സ്വർഗീയമായ ഓരോ വചനവും നിത്യം നിലനിൽക്കുന്നു. അങ്ങയെ കൂടുതലായി സ്നേഹിക്കുവാൻ എനിക്ക് പഠിക്കണം. ഞാൻ നിന്നെ പഠിപ്പിക്കാം. നിനക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ. പിന്നീട്, വസൂല, ഇത് ഞാനാണ് യേശു. ഈ വിധത്തിൽ എന്നോട് സംസാരിക്കുന്നതിനുള്ള ശക്തി ഞാൻ നിനക്ക് തരുന്നു. എന്നോടൊപ്പം അഭിവൃദ്ധി പ്രാപിക്കുക. ഞാൻ നിനക്ക് നൽകുന്ന സന്ദേശങ്ങൾ അനേകർക്ക് വായിക്കുവാനും അവയിൽ നിന്ന് പ്രയോജനം നേടുവാനും സാധിക്കും. മകളെ, ഈ സന്ദേശങ്ങൾ ഞാൻ നിനക്ക് നൽകി കഴിയുമ്പോൾ എന്റെ പക്കൽ വന്നു ചേരുന്നതിനായി ഞാൻ നിന്നെ ഒരുക്കും. നീ എന്റെ പക്കൽ വന്നു ചേരുന്നതിന് വളരെ ആഗ്രഹത്തോടെ ഞാൻ കാത്തിരിക്കുന്നു. വസൂല, എന്നെ നോക്കുക. ഞാൻ യേശുവിനെ നോക്കി. അവിടുന്ന് എന്റെ മുഖത്ത് നോക്കുന്നതായി ഞാൻ കണ്ടു. ഇപ്രകാരം ഞാനുമായി കൂടിക്കാണുന്നതിൽ നിനക്കിഷ്ടമാണോ? ഉവ്വ്, എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഈ കൃപാവരം ഞാൻ അർഹിക്കുന്നതേയില്ല. ഈ കൃപാവരം സ്വീകരിക്കുക. ഞാൻ തരുന്നത് സ്വീകരിക്കുക. ഏറ്റവും നികൃഷ്ടരായവർക്കും ഞാൻ എന്റെ കൃപ കൊടുക്കുന്നു. വസൂല, പണ്ഡിതന്മാർക്കും ബുദ്ധിമാന്മാർക്കുമല്ല, വെറും ശിശുക്കൾക്കാണ് ഞാൻ ജ്ഞാനം നൽകുന്നതെന്ന് നീ കേട്ടിട്ടില്ലേ? ഉവ്വ്, ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണിത്? കാരണം ശിശുക്കൾ എന്റെ ബലഹീനതയാണ്. അവരെ രൂപപ്പെടുത്തുവാൻ അവർ എന്നെ അനുവദിക്കുന്നു. വളരെ കുറച്ചു മാത്രം അറിവുള്ള, അല്ലെങ്കിൽ യാതൊരു അറിവുമില്ലാത്ത അയോഗ്യരായവരെ ഞാൻ തിരഞ്ഞെടുത്ത് രൂപപ്പെടുത്തിയെടുക്കുന്നു. വസൂല, ഞാൻ ധനികനായതുകൊണ്ട് ഞാൻ നിനക്ക് ധാരാളമായി നൽകും. എന്റെ അടുക്കൽ നിനക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഓരോ പ്രാവശ്യം നമ്മൾ കൂടിക്കാണുമ്പോൾ നീ എന്നെ എത്രമാത്രം സന്തോഷിപ്പിക്കുന്നുണ്ടെന്ന് നീ അറിയുന്നുണ്ടോ? ഇപ്പോൾ നീ എന്റെ അരികെയായിരിക്കുന്നത് എനിക്ക് എത്രയധികം സന്തോഷം നൽകുന്നു. തന്റെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ കണ്ടുകിട്ടുമ്പോൾ ഒരു പിതാവ് സന്തോഷിക്കുകയില്ലേ? നീ നഷ്ടപ്പെട്ടു പോയവളായിരുന്നു. അതിനാൽ എന്റെ ഹൃദയം ദുഃഖത്താൽ വിണ്ടുകീറിയിരുന്നു. എന്നെ നിരാശപ്പെടുത്തിക്കൊണ്ട് നീ അലഞ്ഞു നടന്നു. ഞാൻ നിന്നെ അന്വേഷിച്ചിറങ്ങുകയും നിന്നെ കണ്ടെത്തുകയും ചെയ്തു. ആ സ്ഥിതിക്ക് നീ എന്റെ കൂടെ ഇരിക്കുന്നതിൽ എനിക്ക് സന്തോഷിക്കാതിരിക്കാൻ സാധിക്കുമോ? വസൂല, എന്റെ കൂടെ വസിച്ചുകൊണ്ട് നീ പഠിക്കും. എന്റെ കുഞ്ഞെ, നീതിയുടെ മഞ്ഞുതുള്ളികൾ സ്വാംശീകരിക്കുവാൻ പഠിക്കുക. എന്നെ മഹത്വപ്പെടുത്തുവാൻ പഠിക്കുക. ജ്ഞാനത്തിൽ നിന്ന് പഠിക്കുക. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇപ്പോൾ സമാധാനത്തിൽ പോവുക. ആവശ്യമുള്ളപ്പോൾ എന്നെ വിളിക്കുക. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിച്ചു. എന്റെ സഹചാരിയായിരിക്കുകയും എന്നെ നിന്റെ ഹൃദയത്തിൽ പൂജിക്കുകയും ചെയ്യുക.
15/2/1987. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഒരുപക്ഷെ തെറ്റായ രീതിയിലായിരിക്കാം ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നത്. ശരിയേത് തെറ്റേത് എന്നെനിക്കറിയില്ല. ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. വസൂല, സ്നേഹം സ്നേഹമാണ്. തടസ്സം കൂടാതെ നീ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിന്നെ അത്യധികമായി സ്നേഹിക്കുന്ന നിന്റെ സ്വർഗീയ പിതാവാണ് ഞാൻ. എന്റെ അടുക്കലേക്ക് വന്ന് എന്നെ തീക്ഷ്ണമായി സ്നേഹിക്കുക. നിന്നെ ഗാഢമായി സ്നേഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭയപ്പെടേണ്ട, നിന്റെ മുഴുവൻ സ്നേഹവും ഞാൻ ആഗ്രഹിക്കുന്നു. വസൂല, ഇന്ന് നീ നിന്റെ പാപങ്ങളെ പ്രതി പശ്ചാത്തപിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ തന്നെ ഞാൻ എന്റെ പാപങ്ങൾ അങ്ങയോട് ഏറ്റുപറയണമോ? അതെ, പാപങ്ങൾ ഏറ്റുപറയുക. ഞാൻ ശ്രദ്ധിക്കുന്നു. ഞാൻ എന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. ഉവ്, മകളെ, നിന്റെ അനവധിയായ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. വസൂല, ഞാനാണ് എന്റെ ഗുരുക്കന്മാരെ പാപങ്ങൾ ഏറ്റുപറയുവാൻ പഠിപ്പിച്ചത് എന്ന കാര്യം നിനക്കറിയാമോ? അത് എന്റെ പ്രബോധനമാണ്. ഞാൻ എന്റെ പുരോഹിതർക്ക് നൽകിയ അധികാരത്താലാണ് എന്റെ മക്കൾ അവരുടെ പക്കൽ കുമ്പസാരിക്കുന്നത്. മകളെ, ഞാനാണ് അത് എഴുതിയത്. കുമ്പസാരം എന്ന വാക്ക് മായ്ച്ചു കളയുവാൻ ഞാൻ പരിശ്രമിച്ചു. എന്നാൽ ദൈവം എന്റെ കൈ തടഞ്ഞു. ഞാൻ കുമ്പസാരത്തിന് എതിരായിരുന്നു. വസൂല, യാതൊന്നും എനിക്ക് നിരസിക്കരുത്. ഞാൻ നിന്നിൽ നിന്നും പല കാര്യങ്ങളും ആവശ്യപ്പെടും. നിന്റെ ദൈവവും രക്ഷകനുമായവനെ പിന്തുടരുവാൻ നീ ഒരുക്കമാണോ? അതെ, ഈ സന്ദേശങ്ങളെല്ലാം അങ്ങിൽ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നിടത്തോളം അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ അങ്ങയെ പിന്തുടരും. വസൂല, എന്നെ ഒരിക്കലും ഭയപ്പെടേണ്ട. എന്നെ ആശ്രയിക്കുക. വലിയ പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കുവാൻ ഞാൻ നിന്നെ തയ്യാറാക്കുകയാണ്. എന്നെ പിന്തുടരുവാൻ നീ തയ്യാറാണോ? ഉവ്, അങ്ങയുടെ സഹായത്തോടുകൂടി അങ്ങയെ പിന്തുടരുവാൻ ഞാൻ ഒരുക്കമാണ്. ഞാൻ നിന്റെ അടുത്ത് സഹായത്തിനുള്ളതുകൊണ്ട് നീ ഭയപ്പെടേണ്ട. മകളെ, നിന്നെ പരിപൂർണമായി എനിക്ക് വിട്ടുതരിക. പ്രിയപ്പെട്ടവളെ, അനേകരെ സുഖപ്പെടുത്തുവാൻ നിന്നെ ഉപയോഗിക്കുവാൻ എന്നെ അനുവദിക്കുക. സ്നേഹത്തിന്റെ ചങ്ങലയുമായി ഞാൻ നിന്നെ ബന്ധിക്കട്ടെ. പരിപൂർണമായും നീ എന്റേതാണെന്ന് എനിക്ക് ബോധ്യപ്പെടട്ടെ. നിന്റെ സൃഷ്ടാവായ ഞാൻ നിന്നെ പൂർണ്ണമായും സ്വന്തമാക്കട്ടെ. നിന്റെ സ്നേഹത്തിനായി ഇത്രനാൾ ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഇപ്പോൾ എന്റെ സ്നേഹം നിന്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കട്ടെ. നീ പൂർണ്ണമായി എന്റേതായി തീരുക. ഞാൻ നിന്നെ അത്യധികം ആഗ്രഹിച്ചു, അത്യധികം ആഗ്രഹിക്കുന്നു. വസൂല, നീ എന്നെ ഒരിക്കലും അത്യധികം ആഗ്രഹിക്കുന്നില്ലേ? ഞാൻ അങ്ങയെ അത്യധികം ആഗ്രഹിക്കുന്നു. അതോ ഞാൻ ഇപ്രകാരം ചിന്തിക്കുന്നത് മാത്രമേ ഉള്ളൂ? പ്രിയപ്പെട്ട വസൂല, നിന്നെ തന്നെ പൂർണ്ണമായി എനിക്ക് വിട്ടുതരുന്നതിലൂടെ നീ എന്നെ മഹത്വപ്പെടുത്തുകയും നിന്നെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഞാനിപ്പോൾ നിന്നെ എന്നോട് ബന്ധിക്കുന്നു. അത്യുന്നത ദൈവമായ ഞാൻ അവസാനം വരെയും നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ കേവലം ഒന്നുമില്ലായ്മയും നിസ്സഹായയും നികൃഷ്ടയും പാപിയുമാണെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്. എന്നാൽ നിനക്ക് നിന്റെ കുറവുകൾ ഉള്ളപ്പോൾ തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിനക്ക് നിന്റെ അകൃത്യങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവേ, അങ്ങ് എന്നെ ഇപ്പോൾ തന്നെ ബന്ധിച്ചു കഴിഞ്ഞു. അതെ, ഞാൻ ബന്ധിച്ചു കഴിഞ്ഞു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്നേഹനിമിത്തമാണ് നീ എപ്പോഴും എന്റെ അടുക്കൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവളെ, എന്നെ കേൾക്കുക. എന്റെ ബന്ധനം സ്നേഹത്തിന്റെ ബന്ധനമാണ്. അത് വിശുദ്ധിയുടെ ബന്ധനമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ മക്കളെ എനിക്ക് എത്രമാത്രം സ്നേഹിക്കുവാൻ കഴിയുമെന്ന് അവർ അറിയട്ടെ. എന്റെ ക്ഷമയ്ക്ക് പരിധിയില്ല. എന്നെ സ്വീകരിക്കുന്ന ഓരോ ഹൃദയത്തെയും ജ്വലിപ്പിക്കുന്ന അഗ്നിനാളമാണ് എന്റെ സ്നേഹം. മകളെ, ഇപ്പോൾ നിനക്ക് പോകാം. ഞാനാണ് നിന്നെ വഴി നടത്തുന്നതെന്ന് ഓർത്തുകൊള്ളുക. നിന്നെ ശുദ്ധീകരിച്ചത് ആരാണെന്ന് ഓർത്തുകൊള്ളുക. നീ മറന്നുപോയോ? ഞാൻ തന്നെയല്ലേ നിന്നെ അഭിഷേകം ചെയ്തത്? അതെ കർത്താവേ. വസൂല, ഞാൻ തന്നെയാണ് എന്റെ അപ്പവും വീഞ്ഞും നിനക്ക് നൽകിയത്. കുഞ്ഞെ, നീ നിന്നെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഞാൻ ആ സമയം തിരഞ്ഞെടുത്തു. ശരിയാണ്. അന്ന് പള്ളിയിൽ അൾത്താരയിൽ മറ്റുള്ളവരോടൊപ്പം എനിക്ക് യേശുവിനെയും കാണാമായിരുന്നു. എന്നെ സ്നേഹിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ആദ്യത്തെ പ്രാവശ്യം ഈ പള്ളിയിൽ വെച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചത് എന്റെ ഓർമ്മയിൽ വന്നു. അതും രഹസ്യാത്മകമായിട്ടായിരുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനായി ദൈവം എന്നെ കാൾ എന്ന വൈദികന്റെ അടുക്കലേക്ക് അയച്ചു. രഹസ്യാത്മകമായിട്ട് ഇതാവശ്യപ്പെട്ടതിനാൽ എനിക്ക് വിശുദ്ധ കുർബാന തരണമോ വേണ്ടയോ എന്ന് അദ്ദേഹം സന്ദേഹിച്ചു.
വൈദികൻ ഒരു നിർദ്ദേശം വെച്ചു. താൻ ദൈവത്തോട് നിശബ്ദമായി പ്രാർത്ഥിക്കുന്നതാണ്. ഈ അവസരത്തിൽ ഞാൻ ദൈവം തരുന്ന മറുപടി എഴുതിയെടുക്കണം. ദൈവം എന്നെ കൊണ്ട് എഴുതിച്ചു. ഞാൻ നിർവഹിക്കുന്നതാണ്. അദ്ദേഹം എന്താണ് പ്രാർത്ഥിച്ചതെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ എന്റെ കുമ്പസാരം കേൾക്കണമോ എന്നതായിരുന്നു അദ്ദേഹം ദൈവത്തോട് ചോദിച്ചത്. അതിനുള്ള ദൈവത്തിന്റെ മറുപടിയായിരുന്നു, അവിടുന്ന് അത് നിർവഹിച്ചു കൊള്ളുമെന്ന്. സന്ദേഹം കൂടാതെ വൈദികൻ എനിക്ക് വിശുദ്ധ കുർബാന നൽകുകയും ചെയ്തു. തുടർന്ന് 4 ദിവസത്തിനുള്ളിൽ ദൈവം എന്നോട് പാപങ്ങൾ ഏറ്റുപറയുവാൻ ആവശ്യപ്പെട്ടു. എനിക്ക് കുമ്പസാരിക്കേണ്ട വിധം അറിയാൻ പാടില്ലാതിരുന്നതുകൊണ്ട് ദൈവം എന്നെ സഹായിച്ചു. അടുത്ത ദിവസം ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തു. 16/2/1987. ദൈവത്തെ കൂടാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങി. അവിടുന്ന് എന്നെ പൂർണ്ണമായും അവിടുത്തോട് ചേർത്ത് ബന്ധിച്ചു കഴിഞ്ഞു. കുഞ്ഞെ, ഞാൻ കർത്താവാണ്. ഇത് ഞാൻ തന്നെയാണ്. എന്നിലേക്ക് തിരിയുക. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എനിക്ക് നിന്നോടുള്ള ഈ വലിയ സ്നേഹത്താൽ ഞാൻ നിന്നെ താങ്ങി നിർത്തുന്നു. കുഞ്ഞെ, നീ ഭയപ്പെടേണ്ട. എന്നെ കേൾക്കുക. എനിക്ക് നിന്നോടുള്ള തീവ്രമായ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ എന്നോട് ബന്ധിച്ചിരിക്കുന്നു. എന്നെ ചാരിക്കൊള്ളുക. വസൂല, നീ എന്നെ എപ്പോഴും ആഗ്രഹിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. അങ്ങ് ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുന്നുവോ? നീ എന്നെ ആശ്രയിച്ചുകൊണ്ട്, എന്നെ സ്നേഹിച്ചുകൊണ്ട്, എന്നോട് എന്നേക്കും ചേർന്ന് നിൽക്കുന്നതിനും എനിക്ക് നിന്നെ അളവുകളില്ലാതെ സ്നേഹിക്കുന്നതിനും നിന്റെ മേൽ എനിക്ക് ഭരണം നടത്തുന്നതിനുമായി നമ്മൾ എന്നേക്കും ഒന്നിച്ചായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ പരിപാലിക്കുകയും നിന്നെ ശുദ്ധീകരിക്കുകയും നിന്നെ ആദ്യം കാണുകയും എന്റെ ആത്മാവിനാൽ നിന്നെ നിറയ്ക്കുകയും ചെയ്ത ഞാൻ ഇപ്രകാരം ആഗ്രഹിച്ചു. എന്തെന്നാൽ നിന്നെ വളർത്തിയെടുത്ത കർത്താവായ ദൈവമാണ് ഞാൻ. നിന്നെ എന്നോട് ബന്ധിച്ചിരിക്കുന്നത് നിത്യതയിലേക്കായിരിക്കണമെന്ന് ഞാൻ ഉറപ്പുവരുത്തി. ഞാൻ അത്യുന്നത ദൈവമാകയാൽ നിനക്ക് എന്നിൽ നിന്നും ഒരിക്കലും ബന്ധം വേർപെടുത്താൻ സാധിക്കുകയില്ല. കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നെങ്കിലും ഈ യാഥാർത്ഥ്യം എന്നെ ഭയപ്പെടുത്തുന്നു. അങ്ങയുടെ ശക്തിയും ജ്ഞാനവും എത്രയോ വലുതാണ്. വസൂല, എന്തുകൊണ്ട്? നിനക്കെന്താണ് ഭയപ്പെടാനുള്ളത്? ഞാൻ സ്നേഹത്തിന്റെ ദൈവമല്ലേ? ഞാൻ നിന്നെ കരുതിക്കൊള്ളാം. നിന്റെ വേദനയിൽ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. എന്റെ അനുഗ്രഹങ്ങളാൽ ഞാൻ നിന്നെ നിറയ്ക്കാം. നിനക്ക് കുറവുള്ളതെല്ലാം ഞാൻ നിനക്ക് തരാം. ഞാൻ അളവില്ലാത്ത സമ്പത്താണ്. എന്റെ അടുക്കൽ നിനക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ വഹിക്കുന്നവനാണ് ഞാൻ. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം നിന്നോട് ചെയ്യാൻ എന്നെ അനുവദിക്കുക. ഇത്രയും ബലഹീനയും ദുർബലയുമായ നിന്നോടുകൂടി ആയിരിക്കുന്നത് എനിക്ക് എത്രയോ സന്തോഷം നൽകുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നിന്നോട് പ്രവർത്തിക്കാൻ നിന്റെ ഹൃദയം എന്നെ അനുവദിക്കുമെന്ന് എനിക്കറിയാം. ഭയപ്പെടേണ്ട. എന്തെന്നാൽ ഞാൻ നിന്റെ സ്വർഗീയ പിതാവാണ്. എല്ലാ മാനുഷിക ചിന്തകൾക്കും ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ കർത്താവാണ്. നീ നേരത്തെ കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇതാ ഞാൻ നിന്നോട് പറയുന്നു. ഞാൻ വിശ്വസ്തനും എന്റെ വചനം നിലനിൽക്കുന്നതുമാണ്. കുഞ്ഞെ, എന്റെ വചനം എഴുതപ്പെടുന്നതിനു വേണ്ടി ഞാൻ നിന്നെ മരണത്തിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്നു. നീ എന്റെ സന്ദേശവാഹകയാകേണ്ടതുകൊണ്ട് നിന്നെ രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. ഞാൻ എങ്ങനെ അനുഭവിച്ചറിയുന്നു, ഞാൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്റെ സ്നേഹം എങ്ങനെ ഹൃദയങ്ങളെ ഉണർത്തുന്നു എന്നതെല്ലാം നീ പഠിക്കണം. അല്ലാതെ എങ്ങനെയാണ് നിനക്ക് എന്റെ പ്രിയപ്പെട്ട മക്കളോട് എന്നെപ്പറ്റി പറയാൻ കഴിയുന്നത്? വരൂ, ഞാൻ നിന്നെ പഠിപ്പിച്ചതുപോലെ എന്റെ സാന്നിധ്യം അനുഭവിക്കുക. കുഞ്ഞെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നെ വിവേചിച്ചറിയുക. നീ എന്നോട് ഏറ്റവും അടുത്തിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ പോയി നിന്റെ മറ്റുള്ള ജോലികൾ ചെയ്യുക. സമാധാനത്തോടെ പോവുക. യേശു കുറച്ചു കഴിഞ്ഞ് പിന്നീട് വീണ്ടും വന്നു. വസൂല, എഴുതുക. നീ ഇപ്പോൾ എന്നോട് ഒന്നാക്കപ്പെട്ടിരിക്കുന്നു. നീ എന്നോടുകൂടെ പ്രവർത്തിക്കും. നീ എന്നോടുകൂടെ സഹിക്കും. നീ എന്നെ സഹായിക്കും. ഞാൻ എനിക്കുള്ളതെല്ലാം നീയുമായും നീ നിനക്കുള്ളതെല്ലാം ഞാനുമായും പങ്കുവെക്കുകയും ചെയ്യും. ഒന്നായി ഐക്യപ്പെട്ടിരിക്കുക എന്നാൽ എന്നേക്കും ഒന്നായിരിക്കുക എന്നതാണ്. എന്റെ ഉദാത്തമായ സ്നേഹം നിന്നെ എന്നേക്കും എന്നോട് ബന്ധിക്കുന്നു. എന്റെ സ്നേഹം ശിലാഹൃദയങ്ങളെ പോലും ഉണർത്തി എന്റെ സ്നേഹത്താൽ ഉജ്ജ്വലിപ്പിക്കുന്നു. മകളെ, ഞാൻ വിജയിച്ചിരിക്കുന്നു. നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ടവളെ, ഞാൻ നിന്റെ ഹൃദയം നേടിയിരിക്കുന്നു. നീ എന്നേക്കും എന്റേതായിരിക്കുമെന്ന് ഞാൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അല്ലയോ വസൂല, നിന്നെ എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് പ്രവേശിപ്പിച്ച് എന്റെ സ്നേഹജ്വാലയാൽ നിന്നെ പൂർണ്ണമായി ജ്വലിപ്പിച്ച് നിന്റെ ദൈവമായ കർത്താവായ
എന്നോടുള്ള തീരാത്ത വാഞ്ച നിന്നിൽ ഉളവാക്കണമെന്ന് ഞാൻ എത്രമാത്രം തീവ്രമായി ആഗ്രഹിച്ചു. ഇപ്രകാരം പ്രവർത്തിക്കാൻ അങ്ങ് എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ എന്റെ ജീവിതം നിനക്കായി നൽകിയില്ലേ? സ്നേഹത്താൽ ഞാൻ എന്റെ ജീവൻ നൽകി. സ്നേഹത്താൽ നിന്റെ രക്ഷയ്ക്കായി ഞാൻ എന്നെ തന്നെ ബലിയായി നൽകി. സ്നേഹത്താൽ ഞാൻ എന്റെ രക്തം നിനക്കായി ചിന്തി. ഇപ്പോൾ നീ എന്നോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നെന്ന് ഞാൻ ഉറപ്പുവരുത്തുകയും ചെയ്തിരിക്കുന്നു. എന്തിനാണ് ഇപ്രകാരം ഉറപ്പുവരുത്തിയത്? ഞാൻ പൂർണ്ണ വിശ്വസ്തനാണെന്ന കാര്യം നീ മറന്നുപോയോ? നിന്നെ എന്നോട് ബന്ധിച്ചിരിക്കുന്നതിനാൽ നീയും എന്നോട് വിശ്വസ്തയായിരിക്കും എന്നെനിക്ക് ഉറപ്പിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഐക്യപ്പെട്ട് ഒന്നായിരിക്കുന്നതിനാൽ നമ്മൾ തുടർന്ന് ഒന്നിച്ചു പ്രവർത്തിക്കും. നിനക്ക് എന്നോടുള്ള സ്നേഹം ഉപയോഗിച്ച് സാത്താന്റെ പിടിയിൽപ്പെടാനിരിക്കുന്ന അനേകം വ്യക്തികളെ സുഖപ്പെടുത്തുവാൻ എനിക്ക് കഴിയും. നീയും ഞാനും നമ്മൾ രണ്ടുപേരും ചേർന്ന് ഈ വ്യക്തികളെ സഹായിക്കാൻ പോകുകയാണ്. നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, എന്നെ തീക്ഷ്ണമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്റെ കുരിശ് അല്പസമയത്തേക്ക് നിന്നെ ഭരമേൽപ്പിക്കുന്ന സമയങ്ങളുമുണ്ടാകും. പക്ഷേ ഞാൻ അതിന് ഒന്നുമല്ലല്ലോ. വസൂല, ഒന്നുമില്ലായ്മയായി തന്നെ നിലകൊള്ളുക. നിനക്ക് വേണ്ടതെല്ലാം ആയിരിക്കുവാൻ എന്നെ അനുവദിക്കുക. ഞാൻ പോകുന്നിടത്തെല്ലാം എന്നെ നീ അനുഗമിക്കുക. നീ ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കില്ല. നീ ഇപ്പോൾ എന്നോട് ഐക്യപ്പെട്ടിരിക്കുന്നു. വസൂല, ആത്മാവിൽ വളരുക. എന്തെന്നാൽ എന്റെയും എന്റെ പിതാവിന്റെയും എല്ലാ സന്ദേശങ്ങളും പ്രചരിപ്പിക്കുക എന്നതാണ് നിന്റെ ദൗത്യം. ജ്ഞാനം നിന്നെ പരിശീലിപ്പിക്കും. പൂവ പിതാവേ. നീ എന്നെ പിതാവേ എന്ന് വിളിച്ചു കേൾക്കുന്നത് എത്ര മനോഹരമാണ്. നിന്റെ അധരങ്ങളിൽ നിന്ന് പിതാവേ എന്ന വിളി കേൾക്കുവാൻ ഞാൻ എത്രമാത്രം കൊതിച്ചിരുന്നു. 17/2/1987. വസൂല, എന്തുകൊണ്ട് എന്നെ പിതാവേ എന്ന് വിളിക്കുന്നതിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറി? വസൂല, പിതാവേ എന്ന് എന്നെ വിളിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ സകല മനുഷ്യരുടെയും പിതാവാണ്. പിതാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാനും നിന്നെ സ്നേഹിക്കുന്നു. നിങ്ങൾ കേട്ടത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും അവിടുത്തെ കരുണാദ്ര സ്നേഹത്തിൽ ഒരു പടി കൂടെ ആഴപ്പെടാൻ ഇടവരട്ടെ.